പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നലെ രാത്രി തൊട്ട് ഒരേ ഇരുത്ത ഇങ്ങനെ തന്നെ. വല്ലാത്ത പനി. പനി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പനി ഭയങ്കരമായിട്ടുള്ള തലവേദന ഒന്ന് സഹിച്ചുകൂടാത്ത ഡോളം. 2 മണിക്കൂർ കൂടുമ്പോ ഇതാ 2 മണിക്കൂർ കൂടുമ്പോ ഡോളം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് കഴിഞ്ഞ് വേണിന് ഹോസ്പിറ്റലിലേക്ക് പോവാന്. ഏതാ പനിയോനെ, ആർക്കും ഇത് വരാണ്ട് കിട്ട് പടച്ച തമ്പുരാനെ. ആ നേരം വെളുക്കും വരെ ഇങ്ങനെ ഇരുത്താ. ഭയങ്കര അതിശക്തമായ പനിയാ. പനി വരാന് എന്താ കാരണമെന്ന് വെച്ചാല്, ഇന്നലെ രാവിലെ അടിപൊളി സംഭവം ഉണ്ടായി. ഇവിടെ ഭയങ്കര മഴയല്ലേ, രൂക്ഷമായ മഴയാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കക്കാട്, ഞാൻ കണ്ണൂര് കക്കാടാ, അതറിയാലോ. മഴ എന്ന് പറഞ്ഞാല് അങ്ങനത്തെ മഴ. അപ്പൊ നോക്കുമ്പോ വീടിന്റെ അടുത്ത് മരങ്ങൾ ഉണ്ടായിന്, 2 മരങ്ങൾ ഉണ്ടായിന്. അത് എപ്പാ വീഴുന്നറിയില്ല. വീണ് കഴിഞ്ഞാല് നമ്മളിവിടെ ഉമ്മ പെങ്ങള്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ അങ്ങനത്തെ അവസ്ഥയിലായതുകൊണ്ട് ഞാനും ഇവിടെ തന്നെ നിൽക്കല്. അമ്മ 3 ആള് ഇവിടുന്ന് മരിക്കലുണ്ടാകുക. അവരോട് പറഞ്ഞിട്ടെങ്കിൽ അവർ മുറിക്കൊന്നുമില്ല. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്ക്. അത് ചെയ്തതിന് ശേഷം വന്ന പനിയാ. അതൊക്കെ ക്ലീൻ ചെയ്ത് ഫുൾ വൃത്തിയാക്കിയ ഞാൻ തന്നെ വൃത്തിയാക്കി, നല്ല ആവേശത്തോടെ തന്നെ വൃത്തിയാക്കിയ അതിന് ശേഷം വന്ന പനിയാ. അതൊന്നും നിങ്ങൾ കണ്ടുനോക്കിട്ട് പറ. ഇത് കണ്ട, ഈ ഒരു പ്ലാവ് കണ്ട, കാണുന്നുണ്ടോ? ഈ ഒരു പ്ലാവ് വീണ് കഴിഞ്ഞാൽ ഇവിടെ 3 ജീവൻ നഷ്ടപ്പെടും. അപ്പൊ കണ്ടില്ലേ, ഇതാ നമ്മളെ വീട്ടിന്റെ അവസ്ഥ. പഴയ വീടാണ്. ഞാൻ പറഞ്ഞ ആ മരത്തിന്റെ ചില്ലകളെല്ലാം ഉള്ളത് കൊണ്ട് വെള്ളം വാർപ്പിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ട്. മേലെ കയറാനെങ്കിൽ ഏണിപ്പടിയുമില്ല. അപ്പൊ വൃത്തിയാക്കാൻ കഴിയില്ല. വേറെ എവിടെന്നെങ്കിലും ഏണി വാങ്ങിച്ചിട്ട് ഉണ്ടായിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്താൽ വീണ്ടും ഇതുപോലെ തന്നെ സംഭവം ഉണ്ടാകും. അവരോട് മുറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ പറഞ്ഞാൽ ഇപ്പൊ ഒരാഴ്ച കഴിയും. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവര് ഒരാഴ്ച അതും എടുക്കും. അപ്പോഴത്തേക്ക് മഴയും കഴിയും. ആ വൃത്തിയാക്കിയതിന് ശേഷം എനിക്ക് എന്തോ ഒരു ഭയങ്കര കുളിര്, ചീതം. നമ്മൾ ചീതം എന്നാ അറിയാം, ചീതം കണ്ണൂർക്കാർ ചീതം എന്നാണ്, വല്ലാത്ത കുളിര്. അങ്ങനെ എന്താടാ വല്ലാത്തൊരു, എല്ലാം തന്നെ വയ്യ. അതിൻ്റെ ഇടയ്ക്ക് ഈ പനി. ചൂട് കുപ്പായോ, ഉള്ളിലൊരു കുപ്പായോ, സോക്സ്, ഇതെല്ലാം ഇട്ടാ എന്നിട്ട് കുളിരടങ്ങുന്നില്ല. ഭയങ്കര താഴത്തും നല്ല തണുപ്പാണ്. അത് കഴിഞ്ഞ് നല്ല മഴയാണ്. പിന്നീട് പറയുന്നേക്ക് നമ്മുടെ കക്കാട് വെള്ളം കയറിയിട്ടുണ്ട്. കക്കാട് വെള്ളം കയറിയ സാധാരണ നമ്മളൊരു ഒരു ആഘോഷം മാതിരില്ല, ഭയങ്കര രസമാണ്. പോയിട്ട് ഏട്ടച്ചാകരിയും കക്കാട് പള്ളിപ്പുറം റോഡ് മുങ്ങും. നമ്മളെ നാട്ടിൽ കക്കാട് പുഴ എന്ന് പറഞ്ഞാല് കക്കാട് പുഴയിലാണ് റോഡുള്ളത്. അപ്പൊ എല്ലാ വർഷവും കക്കാട് പുഴ നിറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവിടെ മീൻ പിടിക്കലും, പിന്നെ ആൾക്കാർ ഭയങ്കര വലിയ ആളായി കളിക്കലും, ചരട് കെട്ടലും, ബസ് പോവാതെ 2 ദിവസം ഉണ്ടാവും. അത് ഞാനും ഈ പനി എനിക്ക് ചെറുങ്ങനെ ചെയ്തിട്ടുണ്ട്, കുളിരുണ്ട്. ഞാൻ ഗുളികയും വാങ്ങാം, മരുന്നും വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഉമ്മ പോകാൻ വിടുന്നില്ല. ഉമ്മ അന്ന് പോകണ്ട, കഴിയാണ്ട് പോകണ്ടാന്ന്. അങ്ങനെ കൊടയിലെടുത്ത് പോയി നോക്കുമ്പോ അവിടുന്ന് നല്ല കാഴ്ചയുണ്ട്. വെള്ളം കയറിയിട്ട് അതിനാകാട്ടി നമ്മളടുത്തുള്ളതിനെക്കാട്ടി ഇവിടത്തേതിനെക്കാട്ടി പ്രശ്നങ്ങളെന്ന് അവിടെ ഒരു വീട്ടിൽ ഞാൻ കണ്ടത്. വെള്ളം കയറിയിട്ട് അവിടെ ഇപ്പൊ വർഷത്തിൽ അങ്ങനെ വെള്ളം കയറും. വീട്ടില് അരയോളം വെള്ളം വീട്ടിൽ കയറും. ആ സമയത്ത് അവര് 2-3 ദിവസം വാടകക്കാറ്റം പോയി നിൽക്കല പോലും. അത് മാത്രല്ല, ഭയങ്കര രസമായ സംഭവം കണ്ടത് ഏതാണെന്നറിയോ? അവിടുന്ന് ഒരു കൊക്ക്, ഞാൻ വെറുതെ ഷൂട്ട് ചെയ്താ, ഭയങ്കര രസമുണ്ട്. കൊച്ചാന്ന് പറയും നമ്മുടെ നാട്ടിൽ, കൊച്ച. ഇങ്ങനെ പാറിപ്പോകുന്ന ആ ഒരു രസകരമായ ഇതില്ലേ, അത് നല്ല രസത്തിൽ ഞാൻ ഷൂട്ട് ചെയ്തു. അതൊന്ന് കണ്ടോക്കിയേ. കക്കാട് പുഴയും കാണാം.
കുറച്ച് കുറച്ച് കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾ പറയും പൈസ ആക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. എന്ത് പൈസ? ആകെ ഒരു ഡോളറിന് 80-85 രൂപ കിട്ടും. അതിനു വേണ്ടി ഇങ്ങനെ കളിക്കുന്നു. പിന്നെ നമ്മളെ നസീബ് കൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങ് പർച്ചേസായിട്ട് അങ്ങ് അടിച്ചങ്ങ് കയറിയെങ്കിൽ നമ്മളെ വീടെങ്കിലും ശരിയാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ. എല്ലാത്തിനും സമയമില്ല. എല്ലാത്തിനും ആൾക്കാർ പറയൂ നിങ്ങൾ എല്ലാവരും വിട്ട് പൈസ ആക്കില്ലാണ്. നല്ല നല്ല വീഡിയോ, നല്ല ഇൻഫർമേഷൻ, ആൾക്കാർക്ക് എന്തെങ്കിലും നല്ലൊരു ഇത് കിട്ടട്ടെ എന്നുള്ള. പിന്നെ ഈ ചാനൽ ചാടാനും പറ്റില്ല. ചാടൽ എന്ന് പറഞ്ഞാൽ കളയല്. അപ്പൊ അത് കളയാനും പറ്റൂല. എന്തെങ്കിലും ഉപകാരത്തിനെത്തുമല്ലോ. ആർക്കെങ്കിലും ഒരു ഉപകാരത്തിനെത്തട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോക്കാണ്ട് ഞാൻ കൊണ്ടുപോകുന്നു. ഓരോ വീഡിയോ ചെയ്താൽ ദിവസം 80 രൂപ ഇങ്ങനെ ഇങ്ങനെ കയറും. അത് കിട്ടിയിട്ട് എന്താക്കാനാ? അതിന്റെ ഇടക്ക് ഏതെങ്കിലും ഒരു വീഡിയോ പർച്ചേസ് ആയിട്ട് കയറിയെങ്കിൽ ഈ വാർപ്പില്ല നമ്മളെ, വേറെ വഴിയൊന്നുമില്ല. ഇതൊന്ന് പൊളിച്ചിട്ട് പണിയെടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപ വേണം. അപ്പൊ അൽഹംദുലില്ലാ അങ്ങനെയായിട്ട് കിട്ടിയിട്ട് അങ്ങനെ ചെയ്യാലോ. വേറെ എന്താ ചെയ്യാ? വേറെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുതരും? നമുക്കുള്ള ജോലി വെച്ചിട്ട് ഓളെയും മക്കളെല്ലാം നോക്കുന്നുണ്ട്. അതിനപ്പുറം നോക്കാൻ വേണ്ടി പറ്റണ്ടേ? വേറെ എന്ത് ചെയ്യാം? പഠിച്ചോൻ തെറ്റ അങ്ങനെയെങ്കിൽ അങ്ങനെ പഠിച്ചനെ ഏത് രീതിയിലാ തരുന്നെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ നാട്ടിലെ വിശേഷങ്ങൾ. വെറുതെ ഒരു നാട്ടിലെ വിശേഷം പറയാന്ന് വെച്ചിട്ട് വീഡിയോ ഇട്ട. പനി ചെറിയൊരു ആശ്വാസം വന്നിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. കാരണം പല ആൾക്കും പലയിടത്തും ഭയങ്കരമായ പനിയാണ്. പനിയും പല രോഗങ്ങളും. പാഠശാല നമ്മളെ ഒരു പ്രകൃതി ദുരന്തത്തിനും വിട്ടുകൊടുക്കാതിരിക്കട്ടെ റബ്ബേ. എല്ലാവരെയും തൊട്ട് കാക്കട്ടെ റബ്ബ്. ഒരു നേരത്തെ ആഹാരം പോലും നേരാമണ്ണം കഴിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ടെന്നറിയോ? ഒരു നേരത്തെ ആഹാരം. റബ്ബേ അവർക്കൊക്കെ നീ ശിഫ നൽകണേ. ഒരു പോള കണ്ണുപോലും ഒരു ദിവസം അടക്കാൻ പറ്റാത്ത, ഞാൻ ഇന്നലെ അനുഭവിച്ചത്, ഒരു പോള കണ്ണ് ഒരു ദിവസം അടക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട്. ഒന്ന് ഉറങ്ങിക്കിട്ടാൻ അല്ലെങ്കിൽ ആ വേദന മാറിക്കിട്ടാൻ എത്ര പേര് സഹിക്കുന്നുണ്ടെന്നറിയോ? പടച്ചോനെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണ റബ്ബേ. നമ്മളൊക്കെ എന്തെല്ലോ വെട്ടിപ്പിടിക്കാൻ നടക്കുമ്പോൾ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ട്. നമുക്കൊരു രോഗം വരണം, അപ്പേ നമുക്ക് മനസ്സിലാവും. ആ ഒരു വിഷമം മനസ്സിലാവും നമുക്ക്. ആ സമയം മനസ്സിലാവും. ഒന്നും വേണ്ട, നമ്മൾ ഏതെങ്കിലും ഒരു ക്യാൻസർ സെന്ററിന്റെ അടുത്ത് ചെന്നാൽ മതി, നമ്മളൊന്നും അല്ലാതായി മാറും. യാ റബ്ബേ, അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളാകയില്ലേ ഒന്നുമില്ലാണ്ട് ഒരു ചപ്പ് പോലെ, അപ്പൂപ്പൻ താടി പോലെ ആയി മാറും. അവിടുത്തെ ആ രംഗം, ചെറിയ കുട്ടികളൊക്കെ കാണണം, അതൊക്കെ കാണണം. എന്നാലേ നമുക്ക് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ അഹങ്കാരമൊക്കെ കുറച്ച് കുറയും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു നേരത്തെ എങ്ങനെയെങ്കിലും ഒരു തുണ്ട് വെള്ളം എങ്ങനെ ഇറക്കാൻ പറ്റാന്ന് നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് തന്നെ അറിയാം. ഞാൻ തന്നെ എല്ലാം നോക്കിക്കാണലുണ്ട്. പടച്ച തമ്പുരാൻ നമ്മൾ ഒരു പ്രകൃതി ദുരന്തത്തിന് വിട്ടുകൊടുക്കാതിരിക്കട്ടെ. അമീ അമീ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ടവർക്കൊക്കെ ദുആ ചെയ്യാം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.